ഓടി കയറി ഓൺ ചെയ്തു, ലിഫ്റ്റ് ഓൺ ചെയ്തു. ഒന്ന് പൊങ്ങിയത് താന്നു തന്നെ ഈ പെട്ടെന്നുള്ളതായതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അത് ആ ലിഫ്റ്റ് പേടിച്ചു, നന്നായി പേടിച്ചെന്റെ കയ്യിൽ നിന്ന് മൊബൈൽ താഴെ വീഴുന്നു. ഒരു റേഞ്ചും ഇല്ല. അപ്പൊ പിന്നെ ഈ പഞ്ചഭൂത ഇളവും പോലെ ഞാൻ അലാറം മുഴക്കി തുടങ്ങി. രക്ഷയില്ല. ഇന്ന് പുലർച്ചെ രാവിലെ ലിഫ്റ്റ് ഓപ്പറേറ്റർ വന്നതിന് ശേഷമാണ് താങ്കൾ രക്ഷപ്പെട്ടതല്ലേ? ലിഫ്റ്റ് ഓപ്പറേറ്റർ വന്ന് ഓൺ ചെയ്യുമ്പോഴാണ് അത് കറണ്ട് വരുന്നത്. അതുവരെ എയർ കിട്ടുമായിരുന്നു. എത്രയാണോ പകലാണോ എന്ന് എനിക്കറിയില്ല, മണി എത്രയാണെന്ന് എനിക്കറിയില്ല. ഒരു മനുഷ്യജീവന് നമ്മുടെ മെഡിക്കൽ കോളേജ് പോലുള്ള ഒരു സംവിധാനത്തിനകത്ത് ഒരു ഗ്യാരണ്ടി ഇല്ല എന്നുള്ളത് വളരെ വേദനാജനകമാണ്. 42 മണിക്കൂർ കുരുങ്ങി കിടക്കുമ്പോൾ ഇതറിയാനും അയാളെ ഒന്ന് രക്ഷപ്പെടുത്താനോ അല്ലെങ്കിൽ പ്രവർത്തനരഹിതമായ ഈ ലിഫ്റ്റിൽ ഒരു ബോർഡ് തൂക്കാനുള്ള ഒരു സാമാന്യ മര്യാദ പോലും കാണിക്കാത്ത. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകർ മുമ്പിൽ പങ്കുവയ്ക്കുന്നത്. ഒരു രോഗി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഓർത്തോയിലെ ലിഫ്റ്റിൽ കുടുങ്ങിയത് 2 രാത്രി 72 മണിക്കൂർ. എനിക്കും ഇരിക്കുന്നത് ഇദ്ദേഹം ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. തിരുമല രവി അല്ലേ ചേട്ടാ? എന്താണ് ഉണ്ടായത്? ഞാന് സെക്കൻഡ് സാറ്റർഡേ, അതായത് 13/7/2024 ഞാനും എന്റെ ഭാര്യയും കൂടി ഓർത്തോയിൽ വന്നു. ഓർത്തോ OP ടിക്കറ്റ് എടുത്തു. OP ടിക്കറ്റ് ഞാൻ ശബരി സാറിനാണ് കാണിക്കുന്നത്. ശബരി സാറിനെ കണ്ടു, കാണിച്ചു. എക്സ്റേ എടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. എക്സ്റേ പോയി എടുത്തു. ഉദ്ദേശിച്ച് ഒരു 11-11 എക്സ്റേ എടുത്തു എന്നാണ് എന്റെ വിശ്വാസം. ഒരു 11:30 ഞാൻ ഡോക്ടറെ വീണ്ടും കണ്ടു. അപ്പം ബ്ലഡ് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ സാറേ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഈ പബ്ലിക് ഹെൽത്ത് ലാബറട്ടറിയിൽ ടെസ്റ്റ് ചെയ്ത ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിന്റെ റിസൾട്ട് എന്റെ കയ്യിലുണ്ട്. ഞാൻ അത് മതി എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ കൈവശം അപ്പോഴില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങി. ഞാൻ ഇപ്പൊ വാടക താമസിക്കുന്ന ഉള്ളൂരാണ്. ഈ കൊച്ചി പഴയ റോഡ് തിരുമല അല്ലേ? സ്വദേശം തിരുമലയാണ്. പൊതുപ്രവർത്തകനാണ്. അറിയപ്പെടുന്നത് തിരുമല രവി എന്ന്. തിരുമല രവി എന്നാണ് അറിയുന്നത്. അപ്പൊ ഞാൻ അവിടെ പോയി, വീട്ടിൽ പോയി പോയ കാട്ടത്തിനാ എടുത്തോണ്ട് വന്നു. നല്ല മഴയായിരുന്നു. ഓടി വന്ന് മെഡിക്കൽ താഴെ, സൂപ്രണ്ട് താഴെ, അതായത് നമ്മുടെ ഈ ഗണപതി പോലിന്റെ അധികം വരുന്ന വഴിയെ വരുന്ന അവിടെ താഴെ കയറി ലിഫ്റ്റ് ഓടി കയറി ഓൺ ചെയ്തു, ലിഫ്റ്റ് ഓൺ ചെയ്തു. ഒന്ന് പൊങ്ങിയത് താന്നു തന്നെ ഈ പെട്ടെന്നുള്ളതായതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അത് ആ ലിഫ്റ്റ് പേടിച്ചു, നന്നായി പേടിച്ചെന്റെ കയ്യിൽ നിന്ന് മൊബൈൽ താഴെ വീഴുന്നു. വിളിക്കാനും പറ്റിയില്ല. മൊബൈൽ പൊട്ടി. അതിൽ വെച്ചാൽ പള്ളി വിളിച്ചു, റേഞ്ച് കിട്ടുന്നില്ല, ഒരു റേഞ്ചും ഇല്ല. അപ്പൊ പിന്നെ ഈ പഞ്ചഭൂത ഇളവും പോലെ ഞാൻ അലാറം മുഴക്കി തുടങ്ങി. രക്ഷയില്ല. അപ്പൊ ഈ അലാറം ബെല്ല് നിങ്ങൾ പ്രസ് ചെയ്ത സമയത്തൊന്നും ആരും തന്നെ വരാനോ രക്ഷിക്കാനോ കൂട്ടാക്കിയില്ല? ഇല്ല. ഞാൻ ഏകദേശം ഈ മൊബൈലിലെ ചാർജ് പോകുന്നവരെ, ഈ ചാർജ് നഷ്ടപ്പെടുന്നവരെ 5 മിനിറ്റ് ഞാൻ അടിച്ചുകൊണ്ടിരുന്നു. അത് കഴിയുമ്പോൾ ഞാൻ ഫോണിൽ നിന്ന് അടിച്ചുകൊണ്ടിരുന്നു. ഞാൻ ബെല്ലടി ഇവരെ വിളിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് ഫോണ് ഇവിടുന്ന് ഇവിടുന്ന് പോകുന്നില്ല, ഈ ഇതിനകത്തുനിന്നേ. അതായത് ഞാൻ നോക്കിയപ്പോ തന്നെ ഈ ലിഫ്റ്റ് ഉയർന്നിട്ടാണ് താന്നത്. അപ്പൊ ലിഫ്റ്റിൽ നിന്ന് ഇത് ശബ്ദം ഇത് കാൽ പുറത്തു പോകുന്നില്ല. ലജ്ജാവഹം വീണ ജോർജ്, നിങ്ങൾ നൂതന സാങ്കേതിക വിദ്യകളെല്ലാം തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സജ്ജമാണ്, ലഭ്യമാണെന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ ഒരു നല്ല ലിഫ്റ്റ് ഇല്ല. ഇപ്പോഴുള്ള ഏതൊരു ലിഫ്റ്റ് എടുത്താലും കറണ്ട് പോയാലോ പവർ ഫെയിലിയർ ഉണ്ടായാലോ മറ്റെന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാൽ ഒന്നിന് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ആ ലിഫ്റ്റ് താഴേക്ക് ഇറങ്ങി വരികയും അതിനുള്ളിൽ കുടുങ്ങിയ ഏതൊരു വ്യക്തിക്കും സ്വമേധ പൊക്കത്തിലൂടി അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നതായിരിക്കും. എന്നാൽ ഇത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള സുരക്ഷാ വീഴ്ച തന്നെയാണ് അല്ലേ? ഈ പല പ്രാവശ്യം ഈ ബെല്ലടിക്കുകയാണ് ഞാൻ, ഈ അലാറം മുഴക്കുകയാണ്. അപ്പൊ ഒരു രക്ഷയില്ല. 42 വർഷം പൊതുപ്രവർത്തകനാണ് ഞാൻ. 42 വർഷക്കാലം കൊണ്ട് പാർട്ടി പ്രവർത്തകൻ നിൽക്കുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പൊ എന്റെ ആത്മധൈര്യം, ഈ എന്തായാലും സംഭവിച്ചല്ലോ, സെക്കൻഡ് സാറ്റർഡേ ഞായറാഴ്ച, അല്ലെങ്കിൽ ഇനി അടുത്തിന് മുഹറം വരും. ഇന്ന് പുലർച്ചെ രാവിലെ ലിഫ്റ്റ് ഓപ്പറേറ്റർ വന്നതിന് ശേഷമാണ് താങ്കൾ രക്ഷപ്പെട്ടതല്ലേ? ലിഫ്റ്റ് ഓപ്പറേറ്റർ വന്ന് ഓൺ ചെയ്യുമ്പോഴാണ് അത് കറണ്ട് വരുന്നത്. അതുവരെ എയർ കിട്ടുമായിരുന്നു. ലിഫ്റ്റ് ഓപ്പറേറ്റർ വന്ന് ഓൺ ചെയ്യുമ്പോൾ ലൈറ്റ് വരുന്നു. അതുവരെ ഞാൻ ഒരു സൈഡിൽ പോയി ഇരിക്കുന്നു. ലിഫ്റ്റിന്റെ തുറക്കുന്ന ആ സൈഡിലായിട്ട് ഞാൻ മലമൂത്ര നടത്തുന്നു. എനിക്ക് കിടക്കണമല്ലോ. അപ്പൊ ഞാൻ എന്തായാലും എന്റെ സമരമുഖങ്ങളിൽ നിന്ന് ഞാൻ ആർജിച്ച ഒരു ഇതുണ്ടല്ലോ, അതായത് സകലശക്തിയോടുകൂടി ഉള്ള മുന്നോട്ടുള്ള പോകെ ഇന്ന് വന്നാൽ സകലശക്തിയോട് നേരിടുക. ആ ഒരു പുനർജന്മല്ലേ? ആ ഒരു മനോധൈര്യമാണ്. ഇതിപ്പോൾ പുനർജന്മല്ലേ എന്നതിന് അങ്ങനെ ആ ഒരു മനോധൈര്യമാണ് ഞാൻ ഇവിടെ ഇപ്പം ജീവനോടെ എത്തിയത്. ഈ വന്ന് തുറന്നാണ്, വെളിയിൽ നിന്ന് തുറക്കുമ്പോൾ ഞാൻ അകത്തുനിന്നും പ്രസ് ചെയ്യാണ്. എന്നിട്ട് എന്റെ ഒരു ബാഗോട്ട് വെളി ചാടിയാണ്. അദ്ദേഹം ചാടിക്കോളാൻ പറഞ്ഞു. ആ വന്നാൽ ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾ ദൈവദൂതനെ പോലെ വന്നേന്, അല്ലെങ്കിൽ മറ്റാരോ ഒരു ദൂതനായി തീയതാണ്, നിങ്ങളെ ഞാൻ 100% നമിക്കുന്നു പറഞ്ഞു. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. അത്ര ഞാൻ അവിടെ ലിഫ്റ്റിന്റെ മുകളിൽ നിന്ന് ചാടുമ്പോൾ ഒരു
എന്നോളം പൊക്കോണ്ട് ഞാൻ ചാടി. എന്നിട്ട് ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് അടുത്ത എന്റെ മൊബൈൽ ചാർജ് അല്ലാണ്ട് ഇരുന്ന രോഗികൾ ടോക്കൺ വാങ്ങി രോഗികളിൽ നിന്ന് ഒരു പെങ്കൊച്ചിന്റെ മൊബൈലിൽ തന്നെ ഭാര്യയെ വിളിച്ചു. ഭാര്യ അവിടെ ഇരിക്കണം, ഇതാ വരണം എന്ന് പറഞ്ഞു. താങ്കൾ 2 ദിവസം കൊണ്ട് കാണാത്തതിനാൽ മെഡിക്കൽ കോളേജ് പോലീസിന്റെ ഭാര്യ മക്കളും പരാതി നൽകിയിട്ടുണ്ടായിരുന്നു അല്ലേ? പരാതി നൽകി, മെഡിക്കൽ പോലീസിൽ പരാതി നൽകി. അവർ അന്വേഷണം ഇന്നലെ രാത്രി എന്റെ ഭാര്യ മക്കളാരും ഉറങ്ങിയില്ല എന്നുള്ളത് ഇന്ന് രാവിലെ വരുമ്പോഴൊക്കെ എനിക്കറിയില്ല. കാരണം താങ്കൾ ലിഫ്റ്റിൽ കുടുങ്ങിപ്പോയല്ലോ. ഞാൻ ഇത് രാത്രിയാണോ പകലാണോ എന്ന് എനിക്കറിയില്ല. മണി എത്രയാണെന്ന് എനിക്കറിയില്ല. ഇതിപ്പോ എത്ര മണിയാണ്, ഇന്ന് രാത്രിയാണോ പകലാണോ? ഞാൻ ഈ ലിഫ്റ്റിൽ കാണുന്നതല്ലേ എനിക്കറിയാം. ലിഫ്റ്റിൽ ഞാൻ ഒരു സൈഡിൽ പോയിരിക്കുന്നു, ഇനി അറ്റം പോകുന്ന ഞാൻ മൂത്രം ഒഴിക്കുന്നു, പിന്നെയും പോകുന്നു, ഒരു സൈഡിൽ എയർ കിട്ടുന്നുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഗുരുതരമായ വീഴ്ച തന്നെയാണ്. അത് മാത്രമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വീണ ജോർജ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഡയറക്ടർക്ക് നിർദ്ദേശം മാത്രമാണ് നൽകിയത്. ഈ നിമിഷം വരെ എന്താണോ ഏതാണെന്നോ അന്വേഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം പോലും മന്ത്രി വീണ ജോർജ് കാണിച്ചിട്ടില്ലാത്ത അനാസ്ഥ കൂടി ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. ഇനി എന്താണ് ഇതിന്റെ തീരുമാനം? ഇതിന്റെ എന്താണ് ആക്ഷൻ എന്നുള്ളത് എന്റെ പാർട്ടിയുടെ സമുദായ നേതാക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുമായി ആലോചിക്കേണ്ടതുണ്ട്. സഖാവ് മാൻകൂടെ അച്ഛനായിട്ടും സഖാവ് ബിനോയ് വിശ്വമായിട്ടൊക്കെ ആലോചിക്കണം. അവരുടെ നിർദ്ദേശം കൂടി കണക്കിലെടുത്ത് ഞാനൊരു ആക്ഷനിലേക്ക് പോകും. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് ഇപ്പൊ പരാതി നൽകി. ഞാനിപ്പോൾ അതെല്ലാം പാർട്ടിയോട് ആലോചിച്ച് ചെയ്യാൻ കഴിയൂ. ഞാൻ 10-42 വർഷക്കാലം കൊണ്ട് പൊതുരംഗത്ത് നിൽക്കുന്നത് കൊണ്ട് ജീവൻ തന്നെ തിരിച്ചു കിട്ടിയത് പുണ്യമല്ലേ? അത്ര തന്നെ ഭാഗ്യം. താങ്കളൊരു പൊതുപ്രവർത്തകനാണ്, താങ്കളുടെ ഉച്ച സുഹൃത്താണ് കിടക്കുന്നത്. ഈ വിഷയത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഒരു മനുഷ്യജീവന് നമ്മുടെ മെഡിക്കൽ കോളേജ് പോലുള്ള ഒരു സംവിധാനത്തിനകത്ത് ഒരു ഗ്യാരണ്ടി ഇല്ല എന്നുള്ളത് വളരെ വേദനാജനകമാണ്. അതിപ്പോ ആരോഗ്യമന്ത്രി ആയാലും സംസ്ഥാന സർക്കാരായാലും ഞങ്ങളുടെ മുന്നണിയിൽ ഭാഗമാക്കിയിട്ടുള്ള പാർട്ടിയുടെ ആളാണ് എങ്കിൽ പോലും ഈ ഇത്തരം സംവിധാനം 40ഓളം ഞാനിവിടെ തിരക്കി പറഞ്ഞത് 40ഓളം ലിഫ്റ്റ് ഓപ്പറേറ്റേഴ്സ് ഇവിടെ ഉള്ളതാണ്. അപ്പൊ ഇതിനകത്ത് ഒരാള് 42 മണിക്കൂർ കുരുങ്ങി കിടക്കുമ്പോൾ ഇതറിയാനും അയാളെ ഒന്ന് രക്ഷപ്പെടുത്താനോ അല്ലെങ്കിൽ പ്രവർത്തനരഹിതമായ ഈ ലിഫ്റ്റിൽ ഒരു ബോർഡ് തൂക്കാനുള്ള ഒരു സാമാന്യ മര്യാദ പോലും കാണിക്കാത്ത അങ്ങേറ്റം ഇതിന് ബന്ധപ്പെട്ടവർ നടപടിയെടുക്കണം. സഹോ തിരുമലരുവി ഞങ്ങൾ നഷ്ടപ്പെടാതിരുന്നത് അദ്ദേഹത്തിന്റെ മക്കളുടെയും കുടുംബത്തിന്റെയും ഭാഗ്യമായി. പ്രതിദിവസം 500-ൽ പകരം രജിസ്ട്രേഷൻ പുതിയതായി നടക്കുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അനാസ്ഥയെ കുറിച്ചാണ് ഈ ഒരു പൊതുപ്രവർത്തനം ഇപ്പോൾ പ്രേക്ഷകരെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത്. തിരുമല രവി ലിഫ്റ്റിൽ കുടുങ്ങിയത് 42 മണിക്കൂർ. സംഭവ സ്ഥലത്ത് നിന്ന് ക്യാമറാമാൻ സുരാജ് മാലപ്പട്ടോടൊപ്പം ന്യൂസ് റിപ്പോർട്ടർ ക്ഷേത്ര സൈനിങ് ഓഫ്.